ഹായ്, ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം കോട്ട് ഡിസൈൻ. അപ്പോൾ ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെന്താ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആകുമ്പോൾ നമുക്കൊരു സ്റ്റിച്ച് ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റമാണ്, കുഴപ്പമില്ലാത്ത നല്ലൊരു ഐറ്റമാണ്. ഈ ഒരു കോസ്റ്റിന് നല്ലൊരു പീസാണ്. നോർമലി വരുന്ന കോട്ടൺ സെറ്റുകളിനെക്കാളും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക കേട്ടോ. റീപ്ലേസ്മെന്റ് റിഫണ്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ്, അതിന് മെയിൻ എടുത്ത് പറയുകയാണ്. റെഡി ടു ഡിസ്പാച്ച് ആണ് നിങ്ങൾക്ക് ഐറ്റം. ഇതിന്റെ മുതൽ ഇൻഷാല്ല കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ലാർജ് വന്നിട്ടില്ല, മീഡിയം. ഇതിൽ ലാർജ് സൈസ് ഇല്ല, മീഡിയം, XL, XXL അങ്ങനെ 3 സൈസാണ് ഉള്ളത്. അപ്പോൾ ലാർജ് ഉള്ളവർക്ക് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാൻ ചെക്ക് ചെയ്യാൻ സത്യം പറയാൻ വിട്ടു കേട്ടോ. ഇതിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാർജ് സൈസ് ഉള്ളവർക്കും ഇത് ഓക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെയാണ്. കാരണം ഇതിൽ നോക്കിയാൽ ഇതിൽ മാർജിൻ നോക്കി അത്യാവശ്യം, ഞാൻ അതാ പറയാൻ കാരണം നോർമലി ഇങ്ങനെയൊക്കെ വരുന്ന ഡ്രസ്സുകളിൽ ഭയങ്കര മാർജിനിലായിരിക്കും ഓവർലോക്കും സ്റ്റിച്ചും കൂടെ വരിക. ഇതൊരു 1 ഇഞ്ചോളം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാർജ് സൈസ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് ഓക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ലൂസ് ആക്കണമെങ്കിൽ ഓൾട്രേഷൻ കൊടുത്താൽ മതി. മീഡിയംകാർക്കും ലാർജുകാർക്കും ഇത് ഓക്കെ ആയിരിക്കും, ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. യെല്ലോയും ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു പാറ്റേൺ ആണ്. ബാന്തിനിയുടെ ചെറുതായിട്ടൊരു പ്രിന്റ് വരുന്നത്. നെക്കൊക്കെ നോക്കിയാൽ ഒരു ഗോൾഡൻ നമ്മുടെ ഒരു ലേസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ്. ഞാൻ അതാണ് എടുത്തെടുത്ത് പറയാം. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ബോട്ടം വരുന്നതും അതുപോലെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആയാലൊക്കെ നല്ല ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബോട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതും കൂടെ നോക്കണമല്ലോ. ബോട്ടത്തിനും ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ലൂസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ലാർജ് സൈസിൽ അവൈലബിൾ അല്ല, മീഡിയം ആണ്. പക്ഷെ ഇത് ലാർജ് സൈസിലുള്ള ആളുകൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ വരുന്നത്, അതുപോലെ യെല്ലോയും ഒരു ആഷ് കളറും കൂടെ വരുന്ന അടിപൊളി ദുപ്പട്ടയുടെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഐറ്റം നോർമലി ഇങ്ങനെ 3 പീസ് സ്യൂട്ട് വരുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും അല്ല, മെറ്റീരിയലും ഇത്ര ക്വാളിറ്റി ഉണ്ടാവാറില്ല. നല്ല ഐറ്റമാണ് കേട്ടോ. അടുത്തത് സെക്കൻഡ് വൺ വരുന്നത് ഒരു ടൊമാറ്റോ റെഡും ഒരു മജന്ത ഷെയ്ഡും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ്. ഫോയിൽ പ്രിന്റോട് കൂടിയിട്ടുള്ള കാരണം തന്നെ നമുക്ക് ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് ഷൈനിങ് അതൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ഓക്കെ, ടോപ്പ് വരുന്നതാണ്. 44 ആയിരിക്കും ലെങ്ത്. M, XL, XXL. പക്ഷേ L സൈസ് ഉള്ളവർക്കും M ഓക്കെയാണ് കേട്ടോ. ചെറുതായിട്ട് ഓൾട്രേഷൻ ചെയ്താൽ മതി. ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്ന നല്ലൊരു മജന്തയിലേക്ക് ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ലാവൻഡർ പ്രിന്റ് ആണ്. പിന്നെ സ്റ്റിച്ചിങ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ബാക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ട് ഒരു ടൈ പാറ്റേൺ, ത്രെഡ് പാറ്റേണിൽ വരുന്നുണ്ട്. സ്റ്റിച്ചിങ് പെർഫെക്റ്റ്. ഞാൻ സ്റ്റിച്ചിങ്ങിൽ ഭയങ്കര എനിക്ക് പെർഫെക്ഷനിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് എന്നുള്ളത് കാര്യം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വരുന്നത്, ചിക്കു ഷെയ്ഡിലാണ് സെൻറ്റർ പോർഷൻ വരുന്നത്. പിന്നെ ബീറ്റ്റൂട്ട് കളറും മജന്തയും ഒരു നല്ലൊരു ടൊമാറ്റോ റെഡും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളൊരു ദുപ്പട്ട കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ കളറിൽ വരുന്നതാണ്, കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. നെക്ക് വരുന്ന നെക്കിൻ്റെ പാറ്റേൺ ഒരു കോളർ പാറ്റേൺ ആണ്. നമുക്ക് ശരിക്കും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര വർത്തായിരിക്കും ഇത് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് വൈസ് സൂപ്പറാണ്. നോർമൽ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഇതിനും കൂടുതലായിരിക്കും കോസ്റ്റ് വരിക. അപ്പോൾ ഇതാണ് 45 ആയിരിക്കും, 44 ആയിരിക്കും ലെങ്ത് വരിക. M, XL, XXL സൈസസ് കേട്ടോ. അതൊക്കെ ബോട്ടത്തിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ക്ലോത്ത്. ഓക്കെ, ഇതാണ് ഇതിങ്ങനെ നല്ല. ഞാൻ വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. നമ്മൾ പർച്ചേസ് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്ക് വന്ന് ടച്ച് ചെയ്തപ്പോൾ മെറ്റീരിയലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ദുപ്പട്ട വരുന്നത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ടൈപ്പിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കാറ്റഗറിയിൽ വരുന്ന സെറ്റ്സ് കാണിക്കുമോ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ്. നെക്സ്റ്റ് വൺ നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. റെഡും അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാത്തിലും ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ ഒരു ഗ്ലിറ്ററിങ് പാറ്റേൺ വരുമ്പോൾ ഒന്നും കൂടെ ഒരു ഫംഗ്ഷൻ വെയർ അല്ല, മീൻസ് നമ്മൾ നോർമൽ കാഷ്വലിനേക്കാളും ഒന്നൊരു പൊടിക്ക് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റെഡ് കളറാണ്. റെഡിലേക്ക് നല്ലൊരു വൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് നെക്കിൻ്റെ ഏരിയയിലേക്ക് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം അതുപോലെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പോയിൽ വരുന്നതാണ്. ലൈൻ പാറ്റേൺ ആണ് ബോട്ടത്തിലേക്ക് വരുന്നത്. ദുപ്പട്ട വരുന്നതും ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അത്ര ബ്രൈറ്റ് റെഡ് അല്ല, നല്ല ഭംഗിയുള്ളൊരു റെഡാണ് കേട്ടോ. എനിക്ക് കണ്ണി കുറിച്ച് നല്ല, എന്നാലും കുറച്ച് വൈബ്രൻറ്റ് കളറാണ്, പക്ഷെ ഭംഗിയുള്ളൊരു റെഡാണ്. ഓക്കെ,
അടുത്തത് വരുന്ന നല്ലൊരു പീകോക്ക് ബ്ലൂ ഒക്കെ ഡസ്റ്റി ഷെയ്ഡാണ്. പീകോക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ചിക്കു ഷെയ്ഡ് ഇൻഡിഗോ ഒക്കെ മിക്സിങ് ആയിട്ടുള്ള കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി ഈ പാറ്റേൺ. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. അപ്പോൾ ലാർജ് സൈസുകാർക്കും ഇത് ഓക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ഓൾട്ടർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒന്നും കൂടെ കൺഫേം ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 1 ഇഞ്ച് മാർജിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നതും ഒരു ഇൻഡിഗോയിലേക്ക് ലൈറ്റ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ഒരു പ്രിന്റാണ് വരുന്നത്. ദുപ്പട്ടയൊക്കെ നോക്കി നോക്കിയേ, നല്ല ഐറ്റാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. സെൻറ്റർ ഒരു ചിക്കു ഷെയ്ഡായിട്ട് ബോർഡറിലേക്ക് ടോപ്പിലോട്ട് മാച്ചിങ് ആയിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ രസമാണ്. അടുത്ത ഷെയ്ഡും പൊളിയാണ്. ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ്, അതുപോലെ തന്നെ ഐവറിയിലെ ചിക്കു ഷെയ്ഡൊക്കെ മിക്സിങ് ആയിട്ടുള്ള കേട്ടോ. ദുപ്പട്ടയിൽ ഒരു ഗ്രേ കളർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെയൊക്കെ നെക്കിൻ്റെ ഏരിയയിൽ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് നമ്മൾ നോർമൽ ഒരു ബ്രാൻഡഡ് കുർത്തീസിലൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്ന സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അത്രയും നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നല്ല ഫിറ്റിങ്സും ഓക്കെയാണ് കേട്ടോ. എനിക്ക് നോർമലി ഇടുന്ന എല്ലാ റെഡിമെയ്ഡിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഡസ്റ്റി പീകോക്ക് ഗ്രീനും ഗ്രേ കളറും അതുപോലെ തന്നെ ഐവറി കളറും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി പറഞ്ഞതിൻ്റെ നെക്കിൻ്റെ പെർഫെക്ഷൻ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയൊക്കെ നമ്മൾ ആക്ച്വലി ഒരു ബ്രാൻഡഡ് പാറ്റേണിലൊക്കെ വരുന്ന കുർത്തീസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അതാണ് വരുന്നത്. 44 ആണ് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് ഒരു പാരലൽ ബോട്ടാണ്. ഒരു ബ്ലൂയിഷ് കളറിൽ വരുന്ന ഒരു ബോട്ടം. അത് ഞാൻ ബ്ലൂയിഷ് കളർ വരാൻ കാരണം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇതിലിടയിൽ ഒരു ബ്ലൂ കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതാണ്. ഓക്കെ, ബോട്ടം വരുന്നത് ബ്ലൂ അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് വരെ ബ്ലൂയിഷ് ഗ്രേ എന്നൊക്കെ പറയാം. അപ്പോൾ ദുപ്പട്ട ഇതാണ് വരുന്നത്. നല്ല രസമുള്ള ദുപ്പട്ട കേട്ടോ. നമ്മൾ നോർമലി ചെയ്യാറുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കോട്ടൺ. ആ ഒരു ഇതിൻ്റെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡിഗോ ആണ്. ഡീപ്പ് കളറിൽ വരുന്ന ഡാർക്ക് ബ്ലൂ എന്ന് പറയാം. അതിലേക്ക് ഈ ബാന്തിനി ഡിസൈൻ വരുന്ന സൂപ്പർ പീസാണ് കേട്ടോ. എനിക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഓക്കെ, 44 ആണ് ലെങ്ത്ത്. MXL XXL സൈസസ് ആണ്. എമ്മും ലാർജും. ലാർജ് ആവശ്യക്കാർക്ക് എം എടുത്താലും ഓക്കെയാണ് കേട്ടോ. കാരണം അതിൽ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഇതാണ്. നോക്കിയൊക്കെ, നല്ലൊരു പെർഫെക്റ്റ് ബോട്ടം. ഓക്കെ, ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ദുപ്പട്ട നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ബോർഡർ ലൈൻസ് ഒക്കെ വരുന്നത്. പിന്നെതാ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, ബോട്ടത്തിനോട് മാച്ചിങ് ആയിട്ടുള്ള അടുത്ത ഷെയ്ഡ് വരും നല്ലൊരു ബേക്ക്ഡ് ഓറഞ്ച് കളറാണ്. നല്ല ഇപ്പോൾ നമുക്ക് ഡിസൈനർ വെയേഴ്സിലൊക്കെ ഭയങ്കരമായിട്ട് മൂവിങ് ഉള്ള ഒരു കളറാണ് ബേക്ക്ഡ് ഓറഞ്ച് കളർ. ഓക്കെ, അതിലേക്ക് ബാന്തിനി ബന്ദേജ് പ്രിന്റ് വരുന്നുണ്ട്. അതും ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ കോളർ പാറ്റേൺ ആണ് വിത്ത് ഒരു വുഡൻ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വരുന്നത് ടോപ്പ്. ബോട്ടം വരുന്നത് ഒരു ഓഫ് വൈറ്റിലേക്ക് ഈ ഒരു ബേക്ക്ഡ് ഓറഞ്ചിൻ്റെ ഒരു ബാന്തിനി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ട ബേക്ക്ഡ് ഓറഞ്ചും പിന്നെ ഒരു വേറൊരു ഷെയ്ഡ് ഒരു ഫ്ലഷ് കളറും കൂടെ മിക്സിങ് ആയിട്ടുള്ള ദുപ്പട്ട. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, ഇത് ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ. പീച്ച് കളറിലേക്ക് വൈറ്റ് കളർ. ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡിസൈനിൻ്റെ ഏതാ കളറെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. നെക്കിനൊരു ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലൊരു സ്റ്റിച്ചിങ് ഉണ്ടല്ലേ, നെക്കിൻ്റെ ഒരു പീസും ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ പീസും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. 44 ആണ് ലെങ്ത് വരിക. MXL XXL. പക്ഷേ എമ്മുകാർക്ക് ലാർജ് എടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. സോറി, ലാർജുകാർക്ക് എം എടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ദുപ്പട്ട വരുന്നത് നല്ലൊരു കോട്ടൺ ദുപ്പട്ട. പീച്ച് കളറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെയാണ് വരുന്നത്. ഓഫ് വൈറ്റ് അല്ല, വൈറ്റ് ഷെയ്ഡ്. ഇതാണ് ബോട്ടം. ഓക്കെ, ബോട്ടത്തിൻ്റെയൊക്കെ പെർഫെക്റ്റ് ഇതാട്ടോ ബോട്ടം ഫിറ്റിങ്സ് ഒക്കെ. നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ കണ്ടിട്ട് നല്ല ഡീപ്പ് ബ്ലൂ. അതിൻ്റെ മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലൊക്കെ ഒരു ഫോയിൽ പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കി നോക്കിയേ, നെക്കൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ബോട്ടം വരുന്നത് ആംഗിൾ ലെങ്ത്തിൽ വരുന്ന ബോട്ടം. ആംഗിളിൻ്റെ മേലെ കയറി നിൽക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ഇലാസ്റ്റിക് കേട്ടോ. കുറച്ച് ലെങ്തി പാറ്റേൺ ആണ്. നിങ്ങൾക്കത് ഇടാ ഈ ഒരു ഇതിലാണ് വരുന്നത്. ഓക്കെ, അതെന്തായാലും നമ്മൾ ഇട്ട് വരുമ്പോൾ കുറച്ച് ആ ഒരു ലെവലിലായിരിക്കും വരിക. പിന്നെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ഇതിലേട്ടാ, നല്ലൊരു ഗ്രീൻ, മെഹന്തി ഗ്രീൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ.
ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പീസസ് ആണുള്ളത്. പെട്ടെന്നായിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.